ഇത്തവണത്തെ IFFKയിൽ 6 സിനിമകളാണ് പ്രദർശിപ്പിക്കാതെ ഇരുന്നതെന്ന്. ഇത് നമ്മുടെ രാജ്യത്തിൻ്റെ വിദേശകാര്യ നയവുമായി ബന്ധപ്പെട്ട കാര്യമായതിനാൽ അംഗീകരിക്കാൻ നമ്മൾ ബാധ്യസ്ഥരാണെന്നും കേരള ചലച്ചിത്ര അക്കാദമി ചെയർമാൻ റസൂൽ പൂക്കുട്ടി. തലസ്ഥാനത്തെ IFFKയിൽ ഏതാനും സിനിമകൾക്ക് പ്രദർശന അനുമതി നിഷേധിക്കപ്പെട്ട വിഷയത്തിലായിരുന്നു റസൂൽ പൂക്കുട്ടിയുടെ പ്രതികരണം. ഒരു ഗവേണൻസിൽ 2 തലമുണ്ട്. ഒന്ന് ഒരു പൊളിറ്റിക്കൽ വശം, ഒരു പൊളിറ്റിക്കൽ ഗവേണൻസ് ഉണ്ട്. പിന്നെ ഒരു അഡ്മിനിസ്ട്രേറ്റീവ് ലെവലുണ്ട്. അപ്പോൾ ഉദ്യോഗ തലത്തിൽ നിന്ന് എന്നോട് ചീഫ് സെക്രട്ടറി എനിക്ക് ഇന്നലെ ഒരു നോട്ട് അയച്ചിട്ട് പറഞ്ഞു, INBയിൽ നിന്ന് കൃത്യമായ ഉത്തരവുണ്ട്, സെക്ഷൻ 9 കംപ്ലയൻസസ് നിങ്ങൾ ചെയ്യണം, തീർച്ചയായിട്ടും ചെയ്യണം. സ്പെഷ്യലായി ചീഫ് സെക്രട്ടറി എനിക്ക് നോട്ട് അയച്ചിട്ടുണ്ട്. അതിന് പ്രകാരം ഞാനും ചലച്ചിത്ര അക്കാദമിയുടെ മറ്റ് ഭാരവാഹികളുമായിട്ട് ആലോചിച്ചിട്ട് ഞാനൊരു തീരുമാനമെടുത്ത് ഈ 6 സിനിമ നമുക്ക് മാറ്റിവെക്കാം. ഈ 6 സിനിമകൾ ഒരുപക്ഷെ നമ്മൾ ഈ മേളയിൽ പ്രദർശിപ്പിക്കുന്നില്ല. അതിനുള്ളൊരു കാരണം, ഈ സിനിമകൾക്ക് പ്രദർശന അനുമതി തരാതിരുന്നതിനുള്ള കാരണം എനിക്കറിയാൻ കഴിഞ്ഞത് അത് ഇന്ത്യയുടെ വിദേശകാര്യ നയവുമായി ബന്ധപ്പെട്ടിട്ടുള്ളതാണ്. അങ്ങനെ ഒരു അവസരത്തിൽ ഒരു ഡെഫിയൻ്റായ ഒരു സ്റ്റാൻഡ് ഒരു കൾച്ചറൽ ഓർഗനൈസേഷൻ എന്ന നിലയിൽ കേരള ചലച്ചിത്ര അക്കാദമി എടുക്കുന്നില്ല എന്ന് ഞാൻ തീരുമാനിച്ചു.